ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഒരു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് വരുന്നത്. കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, കീർത്തിയാണ്. ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, കുക്കിംഗ് വീഡിയോ. ഭയങ്കര പനിയൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊന്ന് മാറിയിട്ടുള്ളൂ. അതാണ് മുഖമൊക്കെ ക്ഷീണം പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് കൂന്തൽ റോസ്റ്റ് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കൂന്തൽ ഇവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂന്തൽ വാഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട സാമഗ്രികൾ, ഇതിൽ ഉള്ള സാധനങ്ങൾ, ഇത് ഇഞ്ചി ഒക്കെ ഞാൻ അരിഞ്ഞതാട്ടോ, കൈ കൊണ്ട് അരിഞ്ഞു. അതാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള, പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. സവാള എക്സ്ട്രാ ചെറിയുള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്യുന്നത്. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുമെന്നൊക്കെ നാട്ടിൽ അമ്മയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയാണ് ചെറിയുള്ളി കുറച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇനിത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ആദ്യം നമ്മൾ നമ്മുടെ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നാച്ചുറൽ ടേസ്റ്റ് കിട്ടാനും പിന്നെ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ, നമ്മുടെ നാടൊക്കെ ഒരു ഓർമ്മ വരും ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നാടൻ രീതിയിലാണ് ഇന്ന് കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ വാ, നമ്മള് ചട്ടി എടുത്ത് വെച്ചു. മൺചട്ടി, അപ്പോൾ ഗ്യാസ് കത്തിച്ചു, ചട്ടി റെഡിയായി. മൺചട്ടി വേറൊരു വൈബ്, ഷാപ്പിലേക്ക് അറിയാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ചധികം അങ്ങോട്ട് ഒഴിക്കണം. എന്തായാലും നമ്മൾ നോക്കുന്നില്ല, കുക്ക് ചെയ്യണല്ലേ. അടിപൊളി അങ്ങോട്ടായിട്ടാണ് കുക്കായിട്ട് വരട്ടെ. അങ്ങോട്ട് ഒന്നിനൊരു കുറവ് വരരുത്. എനിക്ക് ഇത്ര വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇത് വേണോ, അല്ലെങ്കിൽ നമ്മുടെ സവാളയൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ എടുത്തിരിക്കുന്ന സവാള വെച്ചാൽ ഒരു സവാള എടുത്തിട്ടുള്ള 5-6 ചെറിയ ഉള്ളിയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് ബാക്കിയുള്ള മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ബാക്കി ആഡ് ചെയ്തിരിക്കും. അപ്പൊ ഗൈസ്, ഇത് മൂക്കാൻ വേണ്ടി നമ്മൾ കാത്തിക്കണം കേട്ടോ. അവളൊരു പരിപാടിയായിരുന്നു. അപ്പൊ നീ എത്ര ടൈം എടുക്കും? അപ്പൊ നീ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് അപ്പുണ്ണിയുടെ മനസ്സിൽ എത്ര ടൈം എടുക്കും മൂത്തുവരെ? ഞാൻ ടൈം നോക്കാറില്ല. ഇല്ല അല്ലേ? എനിക്ക് നോക്കുമ്പോ എനിക്ക് തോന്നുമ്പോ ഞാൻ ഓഫ് ചെയ്താൽ. അതെ അല്ലേ? അതെന്നെ ശരിക്കും ഒഴിക്കാണ്ടല്ലേ. എനിക്ക് ബാച്ചിലർ കുക്കിങ്ങിനെ കുറിച്ച് അറിയില്ല. സ്പെഷ്യൽ എനിക്ക് മനസ്സിലായി, അതെനിക്കറിയാം. പണ്ട് പറയാറുണ്ടല്ലോ ബാച്ചിലർ കുക്കിങ്ങിനെ പറ്റി. അറിയാം. കുക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അയ്യ, ചട്ടിയിലൊരു സ്പെഷ്യൽ ആട്ടോ. ചട്ടിയിലായതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് അത് മാത്രമേ മുഖിക്ക് എടുക്കുന്നുണ്ട്. വയ്യെങ്കിലും കൂടി എന്റെ ഫുഡിന്റെ മണം നമുക്ക് വയ്യെങ്കിലും എടുക്കൂ. അതാണ് നമ്മുടെ പ്രത്യേകത. എന്റെ പ്രത്യേകിച്ച് ഗൈസ്. അപ്പൊ ദേ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഇത്തിരി വേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ടൈലേക്ക്. അപ്പൊ ഗൈസ്, ഇതേ നമ്മൾ മസാല ആഡ് ചെയ്യാൻ പോയിട്ട് അതിൽ ആദ്യം നമുക്ക് ഈ മഞ്ഞപ്പൊടി ഇടാം. വയറിന് ഏറ്റവും നല്ലത് മഞ്ഞപ്പൊടി. പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം. അധികം ഇടേണ്ട കാര്യമില്ല, അത്ര അധികം വേണ്ട. എന്നാലും മുളക് പൊടി ഒന്നും അത്ര ഹെൽത്തി അല്ല. കുരുമുളക് പൊടി എത്ര ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇതിരി ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറി ഒരു ഇതായിട്ട് വരും. ഈ കളർ കൂടാനും ഭംഗി വെക്കാനും കുറെ മുളക് പൊടി കളർ ആഡ് ചെയ്യുന്ന ഒരു കാര്യമില്ല. നമ്മൾ എപ്പോഴും ഹെൽത്തി ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കണം. ഈ മുളക് പൊടി ആയാലും കുറച്ച് ഉപ്പൊക്കെ ആയാലും കുറച്ച് ഉണ്ടാക്കണതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വല്ലതും സംഭവിച്ചിട്ട് പിന്നെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാണ്.
അപ്പൊ കാശ്മീരി കുറച്ച് കളർ ഉണ്ടാവും. പിന്നെ നമ്മൾ റോസ്റ്റ് ഇട്ടാ ചെയ്യുന്നത്. അപ്പൊ കുരുമുളകാണ് റോസ്റ്റിൽ കൂടുതൽ എടുത്ത് നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് മൂടിയൊക്കെ ഒഴിച്ചായിട്ട് ഒന്നും കൂടി കുരുമുളക് ആഡ് ചെയ്യും. ഇനി നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകണ്ട. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പൊ ഗൈസ് എല്ലാം മൂത്ത് മസാലയൊക്കെ ഇട്ട് പച്ചമണം പോയതിനു ശേഷം നമുക്ക് കൂന്തൽ തിരികെ എടുത്തിടാം കേട്ടാ. അപ്പൊ ഉണ്ണിയെ കൂന്തൽ ഇഷ്ടമാണോ? ഒക്ടോപ്പസ് ആണ് കൂടുതൽ ഇഷ്ടം. എന്നാലും ഇഷ്ടമല്ല കൂന്തൽ? അത്യാവശ്യം കൂന്തൽ ഇഷ്ടമാണ്, ഒക്ടോപ്പസ് ഇഷ്ടമാണ്, ഞണ്ട് ഇഷ്ടമാണ്, ഓയിസ്റ്റർ ഇഷ്ടമാണ്. അയ്യോ ഒന്നും ചോദിച്ചില്ല. എനിക്ക് കൂന്തൽ ഇഷ്ടമാട്ടാ. റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. നമ്മൾ ഈ ഷാപ്പിലെ സ്റ്റൈലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു രുചിയായിരിക്കും. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഷാപ്പിലെ സ്റ്റൈലില് കൂന്തൽ അതന്നെ സ്റ്റൈൽ. ഒരിക്കലും പ്രൊമോട്ടും ചെയ്യില്ല എന്ത് കുക്കിംഗ് ബ്ലോഗിലും. അപ്പൊ ഗൈസ് ഇത് എല്ലാ മസാലയും ചേർത്ത് പച്ചമണൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ ആഡ് ചെയ്യാട്ടതില്. കൂന്തൽ ഇടാൻ പോണ്ട. കൂന്തൽ ശരിക്കും പറഞ്ഞ ഒരു റൗണ്ട് ടൈപ്പ് റിംഗ് ടൈപ്പ് ഇല്ലേ, അതേപോലെ കട്ട് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാണ് കഴിക്കാനും ടേസ്റ്റ് വരുന്നാനും ഒക്കെ അതാണ് നല്ലത്. കാണാനും ഭംഗി ഉണ്ടാവും. ഇതണ്ട കട്ട് ചെയ്ത് ഇതേപോലെ. അപ്പൊ ഗൈസ് ഇതേ നമ്മള് മസാല ഇട്ടൊന്ന് ഇങ്ങനെ ഇളക്കി മറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് മൂടി വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ താനെ ഇറങ്ങി വരും. നമുക്ക് അവസാനം നമുക്ക് ഗരം മസാല ഇടണം കേട്ടോ. ഗൈസ് നമ്മൾ ഈ പട്ട ഗ്രാമ്പു അതൊക്കെ മറന്നായിരുന്നു കേട്ടോ. അതൊന്നും അത് ഇപ്പൊ ജസ്റ്റ് മേലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ഇത് കിട്ടാൻ വേണ്ടിട്ട്, ടേസ്റ്റ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇടാൻ മറന്നു. അപ്പോഴാണ് നമ്മളത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി ഫ്ലേവറും നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിട്ട്. എനിക്ക് ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആദ്യമായിട്ട് ടൈമിലിട്ടുണ്ട്. അത് മറന്നുപോയി. സാരില് ഇപ്പൊ അതിന്റെ ഫ്ലേവർ കിട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതേ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് കേട്ടോ റോസ്റ്റിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുക. അതും കൂടി കഴിഞ്ഞാല് നമ്മുടെ കൂന്തൽ ഫുൾ സെറ്റായി. അപ്പൊ നമുക്ക് കുറച്ച് ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഗരം മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഗരം മസാല നമ്മൾ അവസാനത്തേക്ക് വെച്ചത്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാലയൊക്കെ ഇട്ട് സെറ്റായി സാധനം. നല്ല കൂന്തൽ റോസ്റ്റ് റെഡിയായി. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മൂക്കട രീതി ഭക്ഷണത്തിന്റെ എല്ലാവരും ഭയങ്കരമായിട്ട് അടിച്ചു കയറുന്നുണ്ട് മൂക്കിൽ. അപ്പൊ ഗൈസ് ദേ നമ്മുടെ സാധനം റെഡി ആയിട്ടാ. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പൊ നീ സൂം ചെയ്ത് കാണിച്ചു. നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്റെ മോനെ എന്താ ഐറ്റം. അപ്പൊ ഗൈസ് കൂന്തൽ റെഡിയായി. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു പീസ് എടുത്തിട്ടുണ്ട്. പീസ് നമ്മള് ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാം അടിപൊളിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വേറെ പാത്രത്തേക്ക് മാറ്റണില്ല. കാരണം ഈ ചട്ടിയുടെ ടേസ്റ്റ് ഇതും കിട്ടണമെങ്കിൽ ഇത് ഇതിൽ തന്നെ ഇരിക്കണം. അപ്പൊ നമ്മൾ കുറച്ചു നേരം കൂടി മൂടി വെക്കൂല തന്നെ. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറാകുമ്പോൾ എടുക്കുള്ളൂ. കാരണം ഇത് വേറെ ഇതിലേക്ക് മാറ്റിയത് രസം ഉണ്ടാവില്ല. ഇതിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ വെക്കുകയാണ്. നല്ല മീൻചട്ടിയിലെ ചൂടോടുകൂടി ഒന്നും കൂടി നല്ല ഇതിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ ഗൈസ് നമ്മളിത് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ദേ ഒരു പീസ് എടുത്തു. സൂപ്പർ സാധനം. അപ്പൊ കുക്കിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും കുക്കിംഗ് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ലൈക്ക് ഒക്കെയാണ് നമ്മുടെ സക്സസ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സ്റ്റൈല്. പിന്നെ നമ്മൾ തക്കാളി ഇത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ തക്കാളി ഇപ്പൊ യൂസ് ചെയ്യൽ കുറവാണ്. അത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ തക്കാളി. ഇവിടെയൊക്കെ മെയിൻ ആയിട്ട് പ്രത്യേകിച്ച്. അപ്പൊ നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. കുക്കറിലിട്ടിട്ടല്ല ഞാൻ ചെയ്തത്, ചട്ടിയിലിട്ട് തന്നെയാണ് ചെയ്തത്. കുക്കറിലുള്ള ഇടയില് അപ്പൊ നമ്മളൊരു 15 മിനിറ്റ് അടച്ചു വേവിച്ചപ്പോഴേക്കും കൂന്തളൊക്കെ റെഡി സെറ്റായി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.